അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് കേന്ദ്രത്തിൻ്റെ ഈ നീക്കം നമ്മളെ സംബന്ധിച്ച് ഒട്ടും ആശാവഹമല്ല. കാരണം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടാതെയാണ് കേന്ദ്രം നിലപാട് സ്വീകരിക്കുന്നത്. അവർ ഇപ്പോൾ 5000 കോടി നമുക്ക് അനുവദിക്കാം എന്ന് പറയുന്നു. പക്ഷേ ആ 5000 കോടി അനുവദിക്കുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷം നമ്മുടെ പരിധിയിൽ നിന്ന് അത് വെട്ടിക്കുറയ്ക്കുന്ന നിലപാടിലേക്കാണ് അവർ പോകുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് രാജേന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. രാജേന്ദ്രൻ, ഒരു വശത്ത് 5000 കോടി അനുവദിക്കാം എന്ന് പറയുന്ന കേന്ദ്രത്തിൻ്റെ അതിന് പുറകിലുള്ള ഉദ്ദേശം കാണാതെ പോകരുത്. അടുത്ത സാമ്പത്തിക വർഷത്തെ പരിധിയിൽ ആ 5000 കോടി അങ്ങ് വെട്ടിക്കുറയ്ക്കും. സ്വാഭാവികമായും നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം അതേപടി അടുത്ത സാമ്പത്തിക വർഷവും അല്ലെങ്കിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് കേന്ദ്രം നടത്തുന്നത്, അല്ലെങ്കിൽ നീക്കമാണ് നടത്തുന്നത്. മനു, ഇതിലേറ്റവും ശ്രദ്ധേയമായൊരു വസ്തുത എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊന്നും തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ BJPക്ക് കേന്ദ്ര സർക്കാരിന് ആവശ്യമായ പിന്തുണ നൽകുന്ന സംസ്ഥാനങ്ങൾ, ഉദാഹരണത്തിന് ഒറീസ, അതുപോലെ ഈ ആന്ധ്രാപ്രദേശ്, ഈ സംസ്ഥാനങ്ങൾക്കൊന്നും ഇത്തരത്തിലുള്ളൊരു പ്രശ്നമേ ഇല്ല. അവർക്കെല്ലാം തന്നെ ഈ അവരുടെ വായ്പാ പരിധി എത്രയാണോ ആ വായ്പാ പരിധിക്കകത്ത് വായ്പ എടുക്കാം. ഈ കേന്ദ്രം തടസ്സം നിൽക്കില്ല. കേന്ദ്രം നമ്മൾ ഈ വായ്പാ പരിധിക്കകത്ത് നമുക്ക് നിയമപരമായി അനുവദനീയമായ വായ്പ എടുക്കാനുള്ള അനുമതി തേടുന്ന സമയത്ത് അതിനുപോലും ഈ കേന്ദ്ര സർക്കാർ വികാതെ നിൽക്കുകയാണ്. ഇത് ഉത്തർപ്രദേശിനോ ഗുജറാത്തിനോ രാജസ്ഥാനോ ഒറീസയ്ക്കോ ആന്ധ്രാപ്രദേശിനോ ഒന്നും തന്നെ ഈ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ദിവസവും തന്നെ ഒരുപാട് പദ്ധതികൾ, നമുക്ക് 100 കണക്കിന് പദ്ധതികൾ തന്നെ പറയാം, അതെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നു. ഉത്തർപ്രദേശിൽ മാത്രം 10 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത്. ആ ഉത്തർപ്രദേശിൽ മാത്രം. ഇതാണ് BJP ഭരിക്കുന്ന, അതുമല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകുന്ന സംസ്ഥാനങ്ങളുടെ ഒരു അവസ്ഥയെങ്കിൽ കേരളത്തിൻ്റെ സാഹചര്യം നോക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 5000 കോടി നൽകാൻ തയ്യാറാണ് എന്ന് 5000 കോടി നൽകാൻ തയ്യാറാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഇത് എത്രയാണോ നൽകുന്നതെങ്കിൽ അത്രയും ഈ അടുത്ത വർഷത്തെ അതിനകത്ത് ഞങ്ങളിത് തിരിച്ചു പിടിക്കും, ആ രീതിയിൽ പറയുന്നു. ഒരു വലിയൊരു കണ്ടീഷൻ, ഒരിക്കലും തന്നെ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തിന് അംഗീകരിക്കാനാവാത്ത ഒരു നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നു. ഇതിൻ്റെ പിറകിലുള്ള ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഒന്ന്, സുപ്രീം കോടതി ഒരു ശക്തമായൊരു നിലപാട് കൈക്കൊള്ളുമ്പോൾ തങ്ങൾ പ്രതികരിച്ചു എന്ന് വരുത്തണം. ആ കോടതി വിധിക്ക് അനുസൃതമായ രീതിയിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു, നടപടി കൈക്കൊണ്ടു എന്ന് വരുത്തി തീർക്കണം. അത്തരത്തിലുള്ളൊരു വിശദീകരണം നൽകുന്നതിനായി, മറുപടി നൽകുക എന്ന നിയമപരമായ ബാധ്യത നടപ്പിലാക്കുന്നതിനായി ഒരു മറുപടി നൽകുന്നു. അതായത് 5000 നൽകാം, പക്ഷേ അത് ഞങ്ങൾ അടുത്ത വർഷം തിരിച്ചു പിടിക്കും. അപ്പോൾ കോടതി പറഞ്ഞ കാര്യത്തോട് പ്രതികരിച്ചു. അതേസമയം കേരളത്തെ പ്രതിസന്ധിയിലാക്കുക മാത്രമല്ല കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യാം. മാത്രമല്ല ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ സുപ്രീം കോടതി ഒന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ എത്രയോ പ്രതിസന്ധികളും മറ്റുമെല്ലാം കണ്ടതാണ്. എത്രയോ ദുരന്തങ്ങളുണ്ടായതാണ്. വെള്ളപ്പൊക്കമുണ്ടായി, കൊടും വരൾച്ചയുണ്ടായി. ഇത്തരം ഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും സുപ്രീം കോടതിക്ക് ഇതേ രീതിയിൽ തന്നെ ഏതെങ്കിലും സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് നൽകണമെന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം കേരളം സുപ്രീം കോടതിയിൽ മുന്നോട്ട് വെച്ച വസ്തുതകളിലൂടെ കണക്കുകൾ സഹിതം തെളിവുകൾ സഹിതം ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു സംസ്ഥാനം അങ്ങേയറ്റം അവഗണിക്കപ്പെടുന്നു.